നിലവില് പ്രേമുണ്ട്. നിലവില് പ്രേമുണ്ടോ? ആ. അത് നീ എന്നോട് നേരത്തെ പറഞ്ഞു. പിന്നെ ഒന്ന് പോയിന്ന് വിചാരിച്ച പോയത് പോട്ടെ, നമ്മളെന്തിനു വെറുതെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത്. പോയത് നന്നായി, വളരെ നന്നായി. പോയത് പൊക്കോട്ടെ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ കൈ മുറിച്ചിട്ടുണ്ട്, ജോലി സ്ഥലത്ത് വെച്ചിട്ട്. നിലവിലൊരു പ്രേമം ഉണ്ടോ അല്ലെങ്കിൽ സിംഗിൾ ആണോ? നിലവില് പ്രേമുണ്ട്. നിലവില് പ്രേമുണ്ടോ? ആ. അത് നീ എന്നോട് നേരത്തെ പറഞ്ഞു. പിന്നെ ഒന്ന് പോയിന്ന് വിചാരിച്ച പോയത് പോട്ടെ, നമ്മളെന്തിനു വെറുതെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത്. ശരിയാ. അവര് പോണേ പൊക്കോട്ടെ. പോയത് നന്നായി തോന്നുന്നു മോശമായി തോന്നുന്നു? പോയത് നന്നായി, വളരെ നന്നായി. പോയത് പൊക്കോട്ടെ. ഞാൻ എൻ്റെ ലൈഫിലോട്ട് വരരുതെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒന്നും കൊണ്ടും വരരുത്, ഒരു കാര്യം കൊണ്ടും വരരുത്. നീ തിരിച്ചു വരരുത്. ഇപ്പൊ ഉള്ള കുട്ടി നല്ല പോവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോഴ പോയില്ലെങ്കിൽ സെറ്റ് ആയിരിക്കും ലൈഫ്. എൻ്റെ ലൈഫ് സെറ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ എന്ത് കാര്യം ചെയ്യായാലും എനിക്ക് ചോദിക്കാനുള്ളൊരു വ്യക്തി, എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു വ്യക്തി, എൻ്റെ തെറ്റ് കണ്ടത് അത് തെറ്റാണ്, ശരി കണ്ടത് ശരിയാണ്, നീ ഇങ്ങനെ ചെയ്താൽ ശരിയായിരിക്കും, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത്. അപ്പോൾ പോയില്ലെങ്കിൽ എൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കും. ഇപ്പം ലവർ ഫ്രണ്ടിൽ ഇരിക്കണ്ടെന്ന് വിചാരിക്കേ, എന്താ നീ പറയാ? അവളോട് എന്താ നിനക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം മാക്സിമം ഒരു 10 വട്ടെങ്കിലും വിളിക്കും. 10 വട്ടത്തിൽ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ലവർ അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ളൊരു 10 വട്ടം 2 മണിക്കൂർ നീ സംസാരിക്കും? 2 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ അങ്ങനെ. എടാ 20 മണിക്കൂർ 24 മണിക്കൂർ ഒരു ദിവസത്തിലുള്ളൂ. പകുതി മുക്കാലും നീ അവളെ 24 മണിക്കൂറൊക്കെ നോക്കണം. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് ശരി, പ്രേമിക്കുമ്പോൾ നമ്മള് സമയം നോക്കാറില്ല. എനിക്ക് സമയമില്ല, ദിവസമില്ല. രാവിലെ മുതൽ ഇങ്ങനെ ഉറങ്ങണ വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അത് നോക്കാറില്ല. സംസാരിക്കാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചോ, ഈ വക കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ ഇരിക്കാത്ത ആളാണ്. അപ്പോൾ എനിക്കിഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വന്ന മുതലുള്ള കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യും ഞാൻ. അത് എന്തിനാ, അതൊരു സംശയത്തിൻ്റെ ഒരു ഇതല്ല, പക്ഷെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഞാൻ ചിലപ്പോൾ ഓരോ എനിക്ക് മറവി കൂടുതലാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെനിക്ക് പറഞ്ഞു തരുന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലല്ലോ ചോദിച്ചിട്ട്, എനിക്കതൊരു ബെനിഫിറ്റ് അല്ലേ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല, പക്ഷെ എന്നാ സംസാരിക്കാനുണ്ട്. സമയം പോകുന്നത് അറിയാറേയില്ല. ഇല്ല. പിന്നെ ഞാനിപ്പോ വർക്കില് ബിസി ആണ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോ. ഇപ്പോൾ കുമ്പിടീനെ ആ പെണ്ണിലേക്ക് ആകർഷിച്ച ഒരു 3 കാര്യം എന്താ? ആകർഷിച്ച 3 കാര്യം അങ്ങനല്ല. എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ബ്രേക്കപ്പിൽ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതായത് ഞാനൊരു 8 മാസത്തോളം ബ്രേക്കപ്പിൽ നിന്നിട്ട് എനിക്ക് ചാവാനും എല്ലാം കൊണ്ടും നിന്നൊരു വ്യക്തി ഞാൻ. അതങ്ങനെയാണല്ലോ, നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിലൊന്നൊരു വലിയ കഥ ഇല്ലാന്ന് അതിനുശേഷം വേറെ പെണ്ണിനല്ല, അതിലൊരു കഥ ഇല്ലാന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കളഞ്ഞിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ കൈ മുറിച്ചിട്ടുണ്ട്, ജോലി സ്ഥലത്ത് വെച്ചിട്ട് കൈ മുറിച്ചിട്ട്. ഇത് ഇത് ചാവാൻ വേണ്ടി ചെയ്തല്ല. ഞാനിങ്ങനെ ജോലി ചെയ്യണ സമയത്ത് എന്നോടുള്ള വാശി തീർക്കാനായിട്ട് അവള് പുതിയൊരു ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ ജോലി ചെയ്യണം എൻ്റെ തൊട്ടപ്പുറത്ത് KFCയിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നു. എനിക്ക് പുള്ളീനെ അറിയുന്നതാ, പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് മെൻ്റലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നു. നമ്മുടെ ജോലി സ്ഥലമാണ്, നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മോശപ്പേരാകും, ചിലപ്പോൾ പോലീസ് കേസ് വരാം, അവിടെ വന്നു എന്ന് വരാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം. എൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കത്തി എടുത്തിട്ട് ഞാൻ ഫുള്ള് ഇങ്ങനെ വരഞ്ഞാകെ ചോര ലഹളമായി, അവിടെ ചോര നിൽക്കണില്ല. പക്ഷെ അതൊന്നും പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം നമ്മൾ കൊടുക്കണ പകുതി നമുക്ക് തന്നിട്ടില്ല, എനിക്ക് തന്നിട്ടില്ല. പിന്നീടാണ് എനിക്കത് മനസ്സിലായി അതിലൊരു കഥയില്ലാന്ന്. പക്ഷെ ഇതൊക്കെ ഞാൻ അതായത് ഇപ്പം ഞാൻ സ്നേഹിക്കണ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആളെൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. നീ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ചെയ്തത്?